വീണ്ടും നമ്മുടെ പെരുന്നാൾ വരായി. സോ നിങ്ങളിൽ ചിലരെങ്കിലും പുതിയ ഡ്രസ്സ് എടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. സോ പുതിയ ഡ്രസ്സ് എടുക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ 3 ചെറിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ഒരു സൂപ്പർ ഔട്ട്ഫിറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഒന്നാമതായിട്ട് പറയാനുള്ളത്, ഡ്രസ്സുകൾ എടുക്കുമ്പോൾ നമ്മൾ ക്വാളിറ്റിയുള്ള ഡ്രസ്സുകൾ എടുക്കാൻ ശ്രദ്ധിക്കുക. ക്വാളിറ്റിയുള്ള ഡ്രസ്സുകൾ ഇട്ടാൽ മാത്രമേ നമ്മൾക്കൊരു ക്വാളിറ്റിയുള്ള ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെ ക്വാളിറ്റിയുള്ള ഡ്രസ്സുകൾ എന്ന് ചോദിച്ചാൽ അതിന് അതിൻ്റെ ഗുണമേന്മ കൂടിയിരിക്കണം. അതായത് ഡ്രസ്സ് ഉണ്ടാക്കാൻ യൂസ് ചെയ്തിട്ടുള്ള കോട്ടൺ ഫൈബറുകൾ, അടിസ്ഥാനപരമായിട്ടുള്ള അതിൻ്റെ നൂലുകൾ മുതൽ ഏറ്റവും ക്വാളിറ്റിയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്തു വരുന്ന ഡ്രസ്സിന് ക്വാളിറ്റി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഒരു ഡ്രസ്സിൻ്റെ ത്രെഡ്, കോട്ടൺ ഫൈബേഴ്സിൻ്റെ ബ്ലെൻഡിങ്, അതിൻ്റെ ഫാബ്രിക്സിൻ്റെ മിക്സിങ്, അതിൻ്റെ സ്റ്റിച്ചിങ്, അതിൻ്റെ കളർ കോമ്പിനേഷന്, പാറ്റേണ്, പ്രിൻസ്, ഇതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് ഒരുപാട് കോമ്പോണൻസ് കൂടി ചേർന്ന് ഒരുപാട് സ്റ്റെപ്സ് കഴിഞ്ഞിട്ടാണ് ഒരു ഡ്രസ്സ് വരുന്നത്. സോ ആ ഒരു ഡ്രസ്സിൻ്റെ റിസൾട്ട് ഏറ്റവും അമേസിങ് ആയിട്ടുള്ളൊരു റിസൾട്ട് ആവണമെങ്കിൽ അതിൽ യൂസ് ചെയ്തിട്ടുള്ള റോ മെറ്റീരിയൽസും അതിൻ്റെ എല്ലാ പ്രോസസ്സും ക്വാളിറ്റി ഉള്ളതായിരിക്കണം. സോ ഒരു ഡ്രസ്സ് നിങ്ങൾ വാങ്ങുമ്പോൾ എപ്പോഴും ക്വാളിറ്റിയുള്ള ഡ്രസ്സ് വാങ്ങുക. അതിലൊരുപാട് വർക്ക്സും കാര്യങ്ങളും ഉണ്ടാവണം എന്നല്ല. ആ മെറ്റീരിയൽ, ഏറ്റവും ബേസിക്കായിട്ട് ഡ്രസ്സ് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയലിന് അത്യാവശ്യം ഒരു നല്ല മെറ്റീരിയൽ ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ അത് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് കാണാൻ ഒരു നല്ലൊരു പെർഫെക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. സോ ഒന്നാമതായിട്ട് നിങ്ങൾ ഒരു ക്വാളിറ്റിയുള്ള ഡ്രസ്സ് എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റിൽ ചെയ്യേണ്ട കാര്യം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കൊരു കോൺഫിഡൻസും അതിലൂടെ നിങ്ങൾക്കൊരു ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡ്രസ്സിലൂടെ ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കാലത്തിനനുസരിച്ചുള്ള ഡ്രസ്സുകൾ എടുക്കുക എന്നുള്ളതാണ്. ട്രെൻഡ് എന്ന വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണ് അതാണെന്നൊക്കെ നമ്മൾ പറയും. അതായത് ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള അപ്ഡേഷൻസ്. സോ അതിൽ ശ്രദ്ധിക്കുക. അപ്പം ബാക്കിയുള്ളവർ ആ ഒരു ട്രെൻഡ് ഇങ്ങനെ ഫോളോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനും ഒരു 3 കൊല്ലം മുമ്പേ ഉള്ള മോഡലുകൾ നമ്മൾ ഇടുമ്പം നമ്മൾ അത്ര തന്നെ അപ്ഡേറ്റഡ് ആയിട്ടില്ല എന്നാണ് ബാക്കിയുള്ളവർ നമ്മൾ ഡ്രസ്സിനെ കണ്ടുകൊണ്ട് വിചാരിക്കുക. സോ അപ്ഡേറ്റഡ് ആവുക, ട്രെൻഡ് മാത്രം ഫോളോ ചെയ്യണം എന്നല്ല, പക്ഷേ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ, മോഡലുകൾ, പാറ്റേൺസ് ഒക്കെ ഡ്രസ്സിൽ നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. നമ്മളിപ്പം പഴയ കാലത്തിന് നമ്മൾ ഹിജാബ് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഒരു സ്ക്വയർ ടൈപ്പ് ഒറ്റ പീസ് ഹിജാബായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴാണെങ്കിൽ നമ്മൾ ഷോള് വന്ന് റോൾ ചെയ്ത് തുടങ്ങി മുസ്ലിംസ്. അപ്പോൾ അതേപോലെ ഓരോ ഇയർ മാറുന്നതിനനുസരിച്ചിട്ട് ഡ്രസ്സിങ്ങിൽ വരുന്ന ചേഞ്ചസ് ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് മനസ്സിലാക്കിയിട്ട് ഡ്രസ്സുകൾ വാങ്ങാൻ ശ്രദ്ധിക്കുക. ലാസ്റ്റ് പോയിൻ്റായിട്ട് പറയുന്നത് ഡ്രസ്സിൻ്റെ ഫിറ്റിങ്ങിനെ പറ്റിയിട്ടാണ്. കറക്റ്റ് ഫിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അതൊരു ബോറായിട്ട് തോന്നും, അല്ലേ? നമ്മൾക്ക് ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള ബോഡിയാണ്. സോ നമ്മുടെ ബോഡി ടൈപ്പിനനുസരിച്ച് നമ്മളുടെ ആപ്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഏജും കുറച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഏജിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് എടുക്കുക. ഇപ്പോൾ ഫ്രീ സൈസ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഒരുപാട് ഇറങ്ങുന്നുണ്ടാവും. സോ അങ്ങനെ വരുമ്പോൾ അത് നമ്മളുടെ XXL ആണോ XL ആണോ, നമ്മളുടെ സ്മോള്, ലാർജ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. സോ ഏത് ടൈപ്പാണ്, അതുപോലെ തന്നെ ഏത് സൈസാണ് എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ കറക്റ്റ് സെലക്ട് ചെയ്ത് കറക്റ്റ് ഫിറ്റ് ചെയ്തിട്ടുള്ള ഡ്രസ്സ് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഫിറ്റിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലുക്ക് ഭയങ്കരമായിട്ട് വൃത്തികേടായിരിക്കും, അതൊരു നീറ്റ്നെസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ലുക്ക് കംപ്ലീറ്റ് ആവാത്ത പോലെ നമുക്ക് തോന്നും. അവിടെയും ഇവിടെയും ലൂസായിട്ടും അവിടെയും ഇവിടെയും ഇറുകിയതായിട്ടൊക്കെ തോന്നും. അത് വിചാരിച്ചിട്ട് നമുക്ക് ഒരുപാട് ഷേപ്പ് ചെയ്തിട്ട് ടൈറ്റുള്ള ഡ്രസ്സ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെലിവറി കഴിഞ്ഞ ആൾക്കാർക്ക് പൊതുവേ നമ്മളുടെ സ്റ്റൊമക്കിൻ്റെ അവിടെ കുറച്ച് വീതി വേണ്ടി വരും. എന്നാൽ അധികം തടിയില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളൊരു XXL ഒക്കെ എടുത്താൽ സ്റ്റൊമക്കിൻ്റെ അവിടെ മാത്രം ലൂസായിട്ടും ബാക്കിയുള്ളിടത്തൊക്കെ ടൈറ്റായിട്ടും നിൽക്കുന്നത് കാണാൻ പറ്റും. സോ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ആ ഒരു സ്ഥലത്തൊക്കെ കുറച്ചും കൂടിയും ഫിറ്റിങ് കറക്റ്റ് ആക്കിയിട്ട് ഷേപ്പ് ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഷേപ്പില്ലാത്ത ഡ്രസ്സ് ഇടുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് തന്നെ നോക്കുമ്പോൾ ഭയങ്കര ബോറായിട്ടുള്ള സംഗതിയാണ്. സോ കറക്റ്റ് ഷേപ്പുള്ള കറക്റ്റ് സൈസുള്ള ഡ്രസ്സുകൾ
നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നും കൂടി ഒരു ആപ്റ്റായിട്ടുള്ള ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉള്ള ഡ്രസ്സ്, ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ പുതിയ മോഡൽ ഡ്രസ്സുകൾ പുതിയ പുതിയ ഓൺലൈൻ സൈറ്റുകളിൽ എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുക, അതുപോലെ തന്നെ കൂടുതൽ ഡിസൈൻസുകൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. സോ കീപ് വാച്ചിങ് ലുലു ഹിജാബ്സ് ആൻഡ് ക്ലോത്ത്. താങ്ക് യു.